السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد أيها الناس أوصيكم عباد الله وإياي بتقوى الله. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ, മഹാനായ യൂശാ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഇസ്രായേലിയർ ഫലസ്തീനിൽ പ്രവേശിച്ച സംഭവമാണ് നാം വിവരിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത് ഇസ്രായേലിയരുടെ ജന്മസ്ഥലമല്ല ഫലസ്തീൻ. അവർ അഭയാർത്ഥികളായി, പ്രവാസികളായി ഫലസ്തീനിൽ എത്തുകയാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ് ഇസ്രായേലിയർ. ഇബ്രാഹിം നബിയും മക്കളും ഫലസ്തീനിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ ഇബ്രാഹിം നബിയും വരുന്നത് ഇറാഖിൽ നിന്നും പ്രവാസിയായിക്കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ തന്നെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പുത്രപരമ്പരയിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അറബികളും ഉണ്ടാകുന്നതെന്ന് നാം ഓർക്കുക. ഏതായാലും യൂശാ നബി അലൈഹിസ്സലാം ഇസ്രായേലിയരെ ഫലസ്തീനിൽ താമസിപ്പിച്ചു. അവർ 12 ഗോത്രങ്ങളായിരുന്നല്ലോ. ഓരോ ഗോത്രങ്ങളെയും വെവ്വേറെ നാടുകളിലായി അവർക്ക് ന്യായാധിപന്മാരെയും നിശ്ചയിച്ച് അങ്ങനെ അവരെല്ലാവരും പ്രവാചകരെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നു. പ്രവാചകൻ്റെ കാലം കഴിഞ്ഞു. പിന്നെയും അവരിൽ നിരന്തരമായി പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. കാലം പിന്നിട്ടപ്പോഴേക്ക് പലരും പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ച് തൗറാത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ മറന്ന് ബിംബാരാധനയിലേക്കും മറ്റ് വിശ്വാസ വൈകല്യങ്ങളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും നീങ്ങാൻ തുടങ്ങിയപ്പോൾ പല നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുന്നു. പുറത്തു നിന്നുള്ള അമാലിക വിഭാഗം അവരെ ജയിച്ചടക്കി അവരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ ഒരു ചുറ്റുപാടിലാണ് അക്കാലത്തെ പ്രവാചകൻ മഹാനായ ശംബീൽ നബി അലൈഹിസ്സലാമിനോട് അവരൊരാവശ്യമുന്നയിക്കുന്നത്. ഞങ്ങൾക്ക് ശത്രുക്കളോട് പോരാടുവാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഒരു രാജാവിനെയും കൂടി ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. ഖുർആനിൽ കാണാം, അലം തറ ഇലൽ മലഇ മിൻ ബനീ ഇസ്രായീല മിൻ ബഅദി മൂസാ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. തങ്ങൾ അറിഞ്ഞില്ലേ, മൂസാ നബിക്ക് ശേഷം ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കൾ അവരുടെ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം. നുഖാതിൽ ഫീ സബീലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ രാജാവിനോടൊപ്പം ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ, അവരുടെ വിശ്വാസ ദൗർബല്യങ്ങളുമെല്ലാം അറിയുന്ന പ്രവാചകർ അവരോട് പറഞ്ഞു, കാല ഹൽ അസൈതും മിൻ കുത്തിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ അതിൽ നിന്നും പിന്തിരിയും. റബ്ബിൻ്റെ നിർദ്ദേശം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന് ആശങ്ക പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കാലു വമാലന അല്ലാ നുഖാതില ഫീ സബീലില്ലാഹി വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നായിനാ. എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നത്? ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കപ്പെട്ട് പലതരത്തിലുള്ള പീഡനങ്ങൾക്കും ഞങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്തിന് സമരരംഗത്തിറങ്ങാതിരിക്കണമെന്നവർ പറഞ്ഞു. പക്ഷേ പ്രവാചകൻ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഫലമ്മാ കുത്തിബ അലൈഹിമുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലം മിൻഹും വല്ലാഹു അലീമും ബിസ്സാലിമീൻ. അവരുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ കുറഞ്ഞ ആളുകളല്ലാത്ത മറ്റെല്ലാവരും പിന്തിരിഞ്ഞു.
പ്രവാചകൻ്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല എന്ന് അവരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. ഏതായാലും അവർ ആവശ്യപ്പെട്ട പോലെ യോഗ്യനായ അവർക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരാളെ അല്ലാഹു തആല രാജാവായി നിശ്ചയിച്ചു. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക്കാ. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് ത്വാലൂത്തിനെ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ വിചാരിച്ചത് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുമെന്നായിരുന്നു. കാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ. അവർ പറഞ്ഞു, എങ്ങനെയാണ് താലൂത്തിന് രാജപദവി ലഭിക്കുന്നത്? ഞങ്ങളെ ഭരിക്കാൻ എങ്ങനെയാണ് താലൂത്തിന് അർഹതയുള്ളത്? വനഹനു അഹഖു ബിൽ മുൽക്കി മിൻഹു. താലൂത്തിനേക്കാൾ അതിന് യോഗ്യർ ഞങ്ങൾ തന്നെയാണ്. വലം യൂത സഅതം മിനൽ മാൽ. താലൂത്തിന് സാമ്പത്തിക ശേഷിയില്ല, രാജാക്കളുടെ പരമ്പരയിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞ് അവർ അനിഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, കാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങളെക്കാളെല്ലാം രാജപദവി കൊണ്ടും അധികാരം കൊണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത് താലൂത്തിനെയാണ്. നിങ്ങളെക്കാളെല്ലാം ശക്തിയും വിശാലമായ അറിവും പക്വതയും യോഗ്യതയുമെല്ലാം ഉള്ളത് താലൂത്തിനാണ്. വല്ലാഹു യൂതീ മുൽക്കഹു മൻ യശാ. അല്ലാഹു തആല രാജപദവിയും പ്രവാചകത്വ പദവിയും മറ്റ് അധികാരങ്ങളുമെല്ലാം അവനുദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു തആല നൽകുക എന്ന് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു. അതിലും പുറമെ അതിന് തെളിവായിക്കൊണ്ട് അവരുടെ നഷ്ടപ്പെട്ടു പോയ പെട്ടി, അവരുടെ ബർക്കത്തിൻ്റെ പെട്ടി, അവർക്ക് വിജയം നൽകിയിരുന്ന പെട്ടി അവർക്ക് തിരിച്ച് ലഭിക്കുമെന്നും ആ പ്രവാചകർ അവരോട് പറയുകയാണ്. വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത മുൽക്കിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായിക. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, താലൂത്ത് രാജാവാണെന്നതിൻ്റെ ദൃഷ്ടാന്തം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പെട്ടി തിരിച്ചു കിട്ടലാണ്. അമാലിക വിഭാഗവുമായി കൊണ്ടുള്ള പോരാട്ടത്തിലായിരുന്നു ഈ അത്ഭുത പെട്ടി അവർക്ക് നഷ്ടപ്പെട്ടിരുന്നത്. ആദൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത പെട്ടി അത് പരമ്പരാഗതമായി കൈമാറപ്പെട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കൈവശമെത്തി. ആ പെട്ടിയിലായിരുന്നു പിന്നീട് തൗറാത്തിൻ്റെ പലകകൾ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വടി തുടങ്ങിയ ആദരണീയ വസ്തുക്കളെല്ലാം. ഈ പെട്ടിയായിരുന്നു അവരുടെ സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും നിദാനം. ശത്രുക്കളുമായുള്ള യുദ്ധത്തിലെല്ലാം വിജയിക്കുന്നതിന് കാരണമാകുന്നത് ഈ പെട്ടിയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. ആ പെട്ടിയായിരുന്നു അവർക്ക് നഷ്ടപ്പെട്ടിരുന്നത്. ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തുൻ. ആ പെട്ടിയിലായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള സമാധാനവും ശാന്തിയും മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും എല്ലാം തിരുശേഷിപ്പുകളും ആ പെട്ടിയിലുണ്ടായിരുന്നു. തഹ്മിലുഹുൽ മലായിക. അങ്ങനെയുള്ള നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പെട്ടി മലക്കുകൾ വഹിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹാന്മാരെ കൊണ്ട് അവരുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് അല്ലാഹു തആല ആദരിച്ച വസ്തുക്കളെ കൊണ്ട് ബർക്കത്തെടുക്കുന്നത് ദീൻ അംഗീകരിക്കുന്നതാണ്. പുത്തൻ ചിന്തക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ അതൊന്നും ശിർക്ക് കുഫറിൻ്റെ പരിധിയിൽ വരികയില്ല. അമാലിക്കത്ത് കൊണ്ടുപോയ ഈ സക്കീനത്തിൻ്റെ പെട്ടിയെ അവർ നിന്ദിച്ചതിൻ്റെ ഫലമായി കൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളുമുണ്ടായപ്പോൾ അതവർ ഒരു കാളയുടെ പുറത്ത് കയറ്റിവിട്ടു. ആ കാളയുമായിട്ടാണ് മലക്ക്
ശംബീൽ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നത് എന്നാണ് ചരിത്രം. ഏതായാലും അല്ലാഹു തആല രാജാവിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി അവർക്ക് പെട്ടി ലഭിച്ചിരിക്കുന്നു. ഇനി യുദ്ധരംഗത്തേക്കിറങ്ങൽ അവർക്ക് നിർബന്ധമായിരിക്കുന്നു, ഒരിക്കലും പിന്മാറാൻ സാധ്യമല്ലാത്ത വിധത്തിൽ. പിന്നീട് എന്താണ് സംഭവിച്ചത്, അവർ നേരിട്ട പരീക്ഷണങ്ങളെല്ലാം അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിവ് നേടാനും അല്ലാഹു തആല നമ്മെ തുണക്കുമാറാവട്ടെ. എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.